ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ESI കോർപ്പറേഷന്റെ 75ാം സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായ സേവന പ്രവർത്തനത്തിലൂടെ ആശ്രമ മൈതാനത്തിന്റെ ഒരു ഭാഗം ശുചീകരിച്ചു. ESI കൊല്ലം സബ് റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ യജ്ഞത്തിൽ 30-ലധികം ജീവനക്കാർ പങ്കെടുത്തു. മൈതാനത്തിന്റെ വടക്ക് ഭാഗത്തെ പ്രവേശന വഴിക്ക് സമീപം നിക്ഷേപിക്കപ്പെട്ടിരുന്ന മാലിന്യങ്ങൾ വേർതിരിച്ച് ചാക്കുകളിൽ ശേഖരിച്ചു. 2 മണിക്കൂർ കൊണ്ട് 15ഓളം വലിയ ചാക്കുകൾ നിറയെ അജൈവ മാലിന്യങ്ങളും ചില്ലുകുപ്പികളും അവർ ശേഖരിച്ചു. അഞ്ചലിൽ ഇരുതലമൂരിയെ വിൽക്കാൻ ശ്രമിച്ച 5 പേരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ നിന്ന് 3.5 ലക്ഷം രൂപ കൊടുത്ത് ഇവർ വാങ്ങിയിരുന്ന ഇരുതലമൂരിയെ കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കുന്നതായി ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തെ പിടിക്കാനായത്. 50 ലക്ഷം രൂപയ്ക്ക് ഇരുതലമൂരിയെ വാങ്ങാമെന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഗ്ദാനം വിശ്വസിച്ച് ഇരുതലമൂരിയുമായി എത്തിയ സംഘത്തെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജില്ലയിലെ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരുടെ ജില്ലാതല സംഗമം ധനദീപ്തി 2026 കൊട്ടാരക്കരയിൽ നടന്നു. ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് ഡയറക്ടർ ആർ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 70 വയസ്സ് കഴിഞ്ഞ ഏജന്റുമാരെ ആദരിച്ചു. ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. വികസന പ്രവർത്തികളെല്ലാം വേഗത്തിലാക്കണമെന്ന് യോഗത്തിൽ പൊതുനിർദ്ദേശം ഉയർന്നു. കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ദേശീയപാത അതോറിറ്റിയുടെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം, നിലമേൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണൽ ഖനനം നിയന്ത്രിക്കണം എന്നീ നിർദ്ദേശങ്ങൾ വന്നു. കുട്ടികളിലെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാൻ കൗൺസിലിംഗ് സേവനങ്ങൾ വിപുലീകരിക്കണം, കൊല്ലം ചെങ്ങന്നൂർ റൂട്ടിൽ കൂടുതൽ KSRTC വേണാട് സർവീസുകൾ വേണം തുടങ്ങിയ ആവശ്യങ്ങളും ഉയർന്നു. കുടുംബശ്രീയുടെ ഭാവി പദ്ധതികളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്ത് മീഡിയ കണക്ട് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ R. വിമൽചന്ദ്രൻ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകി. ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ പ്രോഗ്രാം മാനേജർമാർ എന്നിവർ കുടുംബശ്രീയുടെ വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രത്തിലെ കുംഭത്തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായ നെടുംകുതിരയെടുപ്പ് സവിശേഷ കാഴ്ചയായി. 9ാം ഉത്സവത്തിന് 7 കരകളിൽ നിന്നെത്തിയ നെടുംകുതിരകൾ കടവൂരപ്പനെ വലം വെച്ചു. ഗജരാജരത്നം, തൃക്കടവൂർ ശിവരാജ് ഉൾപ്പെടെയുള്ള ഗജവീരന്മാർ കിഴക്കേ നടയിൽ നെടുംകുതിരകളെ വരവേറ്റു. 10ാം ഉത്സവത്തിന് നടന്ന ജലഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി. അഷ്ടമുടിക്കായലിലൂടെ നെടുംകുതിരയെ എഴുന്നള്ളിക്കുന്ന അപൂർവ സുന്ദര കാഴ്ച കാണാൻ ആയിരങ്ങളെത്തി. തേവള്ളിക്കരയുടെ നെടുംകുതിരയാണ് കായൽ മാർഗം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചത്. ഉയരമുള്ള നെടുംകുതിരയെ പ്രത്യേകം സജ്ജമാക്കിയ വള്ളത്തിലാണ് ആചാരപൂർവ്വം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. കൊല്ലം കോർപ്പറേഷൻ ബജറ്റ് ഡെപ്യൂട്ടി മേയർ ഉദയ സുകുമാരൻ അവതരിപ്പിച്ചു. ചിന്നക്കടയിൽ എലിവേറ്റഡ് ഫ്ലൈ ഓവർ, അറവുശാല, തെരുവുനായ ഷെൽട്ടർ, നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ശുചിമുറികൾ, ശുദ്ധജല വിതരണ പദ്ധതികൾ എന്നിവ ബജറ്റിലുണ്ട്. തെരുവുനായകളെ പിടിച്ച് പുനരധിവസിപ്പിക്കുന്നതിന് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഷെൽട്ടർ നിർമ്മിക്കാൻ 2 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ സന്നദ്ധ സേവന പ്രവർത്തന മികവിനുള്ള സംസ്ഥാന പുരസ്കാരം കൊല്ലം ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റിന് ലഭിച്ചു. കോളേജിലെ അധ്യാപിക ഡോക്ടർ S. വിദ്യ സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി. സഹപാഠിക്കൊരു വീട്, തീരമേഖലയെ ദത്തുഗ്രാമമായി സ്വീകരിച്ച് മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പാക്കിയ തീരം പദ്ധതി, കിടപ്പുരോഗികൾക്കായുള്ള ഇടം പാലിയേറ്റീവ് കെയർ പദ്ധതി, വനിതാ ശാക്തീകരണ പ്രവർത്തനമായ അങ്കന തുടങ്ങിയ നിരവധി പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയതിലൂടെയാണ് പുരസ്കാര നേട്ടം. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ദേശീയ സയൻസ് ദിനാചരണം സംഘടിപ്പിച്ചു. കോളേജിലെ ബോട്ടണി വിഭാഗം കേരള അക്കാദമി ഓഫ് സയൻസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ ശാസ്ത്ര ദിനാചരണം കേരള അക്കാദമി ഓഫ് സയൻസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ K. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള യൂണിവേഴ്സിറ്റി ഗണിതശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ G. കൃഷ്ണകുമാർ, സയന്റിസ്റ്റ് ഡോക്ടർ അപർണ ശങ്കർ, സ്പെഷ്യലിസ്റ്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ആര്യകൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.